പുലികളാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിലേക്ക് പുലികളെത്തുകയാണ്. 7 ദേശങ്ങളിൽ നിന്നായി 300-ലധികം പുലികളാണ് ദൃശ്യതാള വിരുന്നൊരുക്കുന്നത്. പുലിക്കളി സംഘങ്ങൾ സുരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. തത്സമയ വിവരങ്ങളുമായി അല്ലമീനുണ്ട്. അല്ലമീൻ, പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ എത്ര വരെയായി? 5 മണിക്കാണ് ഫ്ലാഗ് ഓഫ് നടക്കുക. ചമയങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? ഇത്തവണ എത്ര പുലികൾ ഇറങ്ങുന്നു? തൃശ്ശൂർ പൂരം നടക്കുന്ന നഗരമാണ്, പൂരത്തിന്റെ നാടാണ്. അവിടെ പുലിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മടകൾ വിട്ട് പുലികൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 5 മണിക്കാണ് ഈ പുലികളി ഔദ്യോഗികമായി ആരംഭിക്കുന്നത്, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ പുലിമടകളിൽ നിന്ന് ഓരോ സംഘവും അവരുടെ ദേശത്ത് ചുറ്റിയുള്ള ഒരു പ്രദക്ഷിണവും മേളക്കൊട്ടുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വിയ്യൂർ യുവജന സംഘം ദേശത്തോടൊപ്പമാണ്. അവർ അവരുടെ പുലിമടകളിൽ നിന്ന് ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചില പുലികൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം മേളക്കൊട്ടുമുണ്ട്. ഇവർ വന്ന് വീണ്ടും ഈ പുലിമടയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അതിനുശേഷം എല്ലാവരും ചേർന്നായിരിക്കും ഈ പുലികൾ നടക്കുന്ന സുരാജ് റൗണ്ട് ഭാഗത്തേക്ക് പോവുക. 7 ടീമുകളാണ്, 7 ദേശങ്ങളാണ് ഇത്തവണ പുലികളെ രംഗത്തിറക്കുന്നത്. ഏതാണ്ട് 300-350 പുലികൾ ഈ നഗരം കീഴടക്കാനായി ഇറങ്ങുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. പൂരത്തിന്റെ നാട്ടിൽ പുലികളിയുടെ ആരവം ഉയരുമ്പോൾ അത് ഏറ്റുവാങ്ങാനും അതിന് സാക്ഷികളാകാനും നിരവധി ആളുകളാണ് സ്മൃതി എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലാഗ് ഓഫ് നടക്കുന്നത്. എല്ലായിടത്തും വലിയ തരത്തിലുള്ള സന്നാഹങ്ങൾ, സംവിധാനങ്ങളൊക്കെയുണ്ട്. 9 ടീമുകളാണ് ഇത്തവണ ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് പരിപാടി മാറ്റിവെക്കുന്ന ഒരു ആലോചന ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2 ടീമുകൾ പിന്മാറുകയും 7 ടീമുകളായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവർക്ക് വലിയ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നടത്തുന്നത്. ഇത് മാത്രമല്ല, ഓരോ തവണ പുറത്തിറങ്ങുമ്പോഴും മറ്റു ദേശക്കാരെ വെല്ലുന്ന തരത്തിൽ, അവരെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള സർപ്രൈസുകളും സാധാരണ ഒരുക്കാറുണ്ട്. അതെന്താണ് അവരുടെ സർപ്രൈസ് എന്നുള്ളത് സാധാരണഗതിയിൽ അവർ പുറത്തുവിടാറില്ല. അവർ പുറത്തേക്ക് വന്നതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഈ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമായിരിക്കും അത് പ്രകടമാവുക. 2 പുലികൾ അവിടെ നിന്ന് കുട്ടികളെയൊക്കെ കളിപ്പിച്ച് അവിടെ നിന്ന് മറ്റു 2 പുലികൾ ഈ കൂട്ടത്തോടൊപ്പം ഓടിച്ചേർന്ന് വരുന്നുണ്ട്. അവർ പാർക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ കുട്ടിപ്പുലികളുണ്ട് ഇത്തവണ, പെൺപുലികളുണ്ട് ഇത്തവണ, വറയൻ പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, വയറൻ പുലികളുണ്ട്. അങ്ങനെ പുലികളുടെ വല്ലാത്തൊരു മേളം തന്നെയാണ് ഇത്തവണ ഉണ്ടാവുക. നമുക്ക് സാധാരണ നമ്മളിങ്ങനെ പുലിവേഷം കിട്ടി അരമണിയൊക്കെ മുഴക്കിയൊക്കെയാണ് അവർ വരുന്നത്, അരമണിയൊക്കെ കുലുക്കിയാണ് രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, ഈ വിയ്യൂർ യുവജനദേശത്തിന്റെ പുലികൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് പുലിക്കാലുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. പുലിക്കാൽ നിർമ്മിച്ച ചെരുപ്പുകൾ കൂടിയും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ കൈകളിൽ പുലികളുടെ സമാനമായ നഖമൊക്കെയുള്ള കൈകൾ കൂടിയുണ്ട്. ചേട്ടാ, ഇത്തവണ ഈ പുലിയുടെ ചെരുപ്പും കയ്യുറയൊക്കെ സ്പെഷ്യലാണ്? സ്പെഷ്യലാണ്. ഈ കൊല്ലം തൃശ്ശൂർ പുലിക്കളിക്ക് വളരെ സ്പെഷ്യലായിട്ടാണ് വീരദേശം ഇറങ്ങിയിട്ടുള്ളത്. എല്ലാതും പുതുമുളോടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ അടിക്കിയിരിക്കും. വേറെന്തൊക്കെ സ്പെഷ്യൽ ഉള്ള നിങ്ങൾക്ക്? സ്പെഷ്യലായിട്ട് നമ്മൾ ഷൂവും ഗ്ലൗസും പുതുമുള വേറെ ഉണ്ട്, ടാബ്ലസ് ഒക്കെ വരെ ഉണ്ട്. കൂടാണ്ട് ആദ്യമായിട്ട് വെറൈറ്റി പുലി നമ്മളവിടെ ഇറങ്ങുന്നുണ്ട്. അതായത് ഫിഗർ ഫ്രണ്ടിലും ബാക്കിലും ഫിഗറായിട്ട് നമ്മളവിടെ ആദ്യമായിട്ട് വെറൈറ്റി പുലി ഇറങ്ങുന്നുണ്ട്. അത് അവിടെ ഇറങ്ങുമ്പോൾ വയറിന്റെ ഫിഗർ, പുറത്തെ ഫിഗർ, അത് വെറൈറ്റിയാണ് നമ്മളെ സ്മൃതി. അങ്ങനെയാണ്, വെറൈറ്റികളുടെ ഒരു പൂരം കൂടിയാണ് ഈ പുലിക്കളി എന്നുള്ളതാണ്. ആ വെറൈറ്റികളിൽ നിന്ന് കപ്പുയർത്തുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഓരോ ടീമുകളും ഓരോ ദേശക്കാരും വെറൈറ്റികളുടെ ഒരു പെരുമഴ തന്നെ ഇത്തവണ പെയ്യിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൂടെയാണ് അവർ ഒരു നേട്ടം കൊയ്യാനും വിജയം കൊയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. മേളക്കൊട്ടിനനുസരിച്ച് ആ കൊട്ട് ഉയരുമ്പോൾ അതിനനുസരിച്ച് നൃത്തച്ചുവടുകൾ തീർക്കുകയാണ്. പുലിമേളം വരുന്നു, ഇനി ശിങ്കാരിമേളം വരാനിരിക്കുന്നു, DJ വാഹനങ്ങൾ വരാനിരിക്കുന്നു. അതിനനുസരിച്ചുള്ള ചുവടുകൾ തീർത്തുകൊണ്ട് പുലികൾ നഗരം കീഴടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പുലികളി ആസ്വദിക്കാനിറങ്ങുന്ന ആളുകളെ പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനം ഇവർ കാഴ്ചവെക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 വയസ്സുകാരനായ പുലി ഉൾപ്പെടെ ഇത്തവണ, അല്ലെങ്കിൽ കുട്ടിപ്പുലി ഉൾപ്പെടെ ഇത്തവണ ഇറങ്ങുന്നുണ്ട്. വിയ്യൂർ ദേശത്തോടൊപ്പം 3 വനിതകൾ ഇത്തവണ പുലിയുടെ വേഷം കെട്ടിയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പുലികളാണ് സ്മൃതി. വരയൻ പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്, വയറൻ പുലികളുണ്ട്, വയറില്ലാത്ത പുലികളുണ്ട്, കരിമ്പുലികളുണ്ട്. അതോടൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള ഫ്ലൂറസന്റ് നിറങ്ങളിൽ, അത് ഓറഞ്ച് കളറും പച്ച കളറും നീല കളറും അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഫ്ലൂറസന്റ് കളറുകളിൽ കുളിച്ചിരിക്കുന്ന വെറൈറ്റി നിറമുള്ള വല്ലാത്ത നിറച്ചാർത്തണിയിച്ച ഒരു പുലികൾ കൂടി അല്പം കഴിയുമ്പോൾ ഇവർക്കൊപ്പം ചേരുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു സാമ്പിൾ പുലികളെ മാത്രമാണ്. അവർ ഈ പറയുന്ന ആദ്യം തയ്യാറായ പുലികൾ അവരുടെ മടകൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങി ദേശത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തുകയാണ് ഈ മേളക്കെട്ടോടുകൂടി. അതിനുശേഷം വീണ്ടും ആ പുലിമണിയിൽ കളിപ്പിലേക്ക് പോകും. എല്ലാ പുലികളും ചേർന്ന് ഓരോ ടീമിലും 30 മുതൽ 51 വരെ, 35 മുതൽ 51 വരെ പുലികളാണ് ഓരോ ദേശക്കാരോടൊപ്പം ഓരോ ടീമിലും ഉണ്ടാവുക. അങ്ങനെ 300-350 പുലികൾ തവണ 7 ദേശക്കാരോടൊപ്പം
ആവേശം തൃശൂർ നഗരത്തിൽ ആടിത്തിമിർക്കാൻ ഇറങ്ങുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ പൂരങ്ങളുടെ നാട്ടിൽ പുലിയാരവം മുടങ്ങുന്ന കാഴ്ച കൂടി നമുക്ക് കാണാനാകും. മറ്റൊരു സുജയാം ഈ സ്മൃതി, ഈ പുലിവേഷം കിട്ടി ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുലിക വേഷം കിട്ടുന്ന കലാകാരന്മാർക്ക് വല്ലാത്തൊരു കലി കയറുന്ന രീതിയായിരിക്കും. ആ കലി അവർ തെരുവിൽ കലിതുള്ളി തീർക്കുന്ന ഒരു കാഴ്ച, അതാണ് അവരുടെ പ്രകടനമായും പുലികളിയുടെ വേറിട്ട ഒരു പ്രകടനമായിട്ടൊക്കെ മാറുന്നതും പുലികളിയിൽ ആവേശം തീർക്കുന്നതൊക്കെ ആ തരത്തിലാണ്. ഇപ്പോൾ തന്നെ വീടുകൾക്ക് ചുറ്റും ആളുകൾ പുറത്തിറങ്ങി ആ കളി കാണാൻ നിൽക്കുന്നുണ്ട്, ഇവരുടെ പ്രകടനം കാണാൻ നിൽക്കുന്നുണ്ട്. ഇനി സ്വരാജ്യത്തിന്റെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അതിലേക്ക് എത്തുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാവിലെ മുതൽ തന്നെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പുലികളെ സ്വീകരിക്കാൻ, പുലികളി കാണാൻ. ഏതാണ്ട് 5 മണിയോടുകൂടി ഫ്ലാഗ് ഓഫ് ഉയർത്തും. അതിനുശേഷം ഓരോ ദേശക്കാരായി, ഓരോ ടീമുകളായി കടന്നു വരികയും ചെയ്യുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. സ്വരാജ് റൗണ്ട് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ സ്വരാജ് റൗണ്ട് പുലികളെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച കൂടിയായിരിക്കും ഇനി തൃശൂർ നഗരത്തിൽ കാണാൻ പോകുന്നത്. ആവേശം കൊട്ടിക്കയറുകയാണ്. അതിന്റെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പതിയെ കൊട്ടിക്കയറുന്ന ഒരു താളമാണ്. ആ പുലികളിക്കൊപ്പം മറ്റു ചില കളികൾ കൂടി നമുക്ക് കാണുകയും ചെയ്യാം. പുലികളെ മാത്രമല്ല, പുലികളിക്കൊപ്പം മറ്റു ലഹരി കൂടിയ കളികൾ കൂടി നമുക്ക് ഇപ്പോഴത്തിൽ കാണാനാകുമെന്നതാണ്. വേഷം കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മൃത്തുണ്ട് അങ്ങനെ പലവിധ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കൊട്ടിക്കയറുന്ന പുലിത്താളത്തിനൊക്കെ ചുവട് വെച്ച് നമുക്കിപ്പോൾ കാണാം. ഈ പുലികളിൽ കാണുന്ന അരമണികിലുക്കിയും ഉടലും നേറുമൊക്കെ ഉണക്കിയാർത്താണ് പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ എത്തിപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പുലികൾക്ക് വയറൊക്കെ ഇച്ചിരി കുറവാണ്. പക്ഷേ ആവോളം വയറുള്ള ഒരുപാട് പുലിമടകളിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടി ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ പുലികളിയുടെ ആവേശം യഥാർത്ഥ ആവേശത്തിലേക്ക്, അതിന്റെ ആകാശത്തോളം ഉയർന്ന വാനോളം ഉയർന്ന ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഈ പുലിമടകളിൽ നിന്ന് ഇറങ്ങുന്ന പുലികളും ദേശക്കാരും ഒക്കെ ആദ്യം പോകുന്നത് നടുവിലാൽ ജംഗ്ഷനിലേക്കാണ്. അങ്ങനെ നടുവിലാൽ ജംഗ്ഷനിൽ പോയി അവിടെ ഗണപതി കോവിലിന് മുന്നിൽ തേങ്ങയുടച്ചതിന് ശേഷമാണ് പുലിക്കളിയും ഈ ഓരോ സംഘാംഗങ്ങളും അവരുടെ പുലിക്കളിയും ഘോഷയാത്രയും ഒക്കെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനവും എടുത്തു പറയേണ്ടതും. ഏതായാലും ഇത്തവണ ഏത് ദേശക്കാർ കപ്പുയർത്തും അടിക്കുമെന്നുള്ളതാണ് വിജയക്കൊടി നാട്ടെന്നുള്ളതാണ് പറയേണ്ടത്. കുട്ടിക്കയറുകയാണ് സ്മൃതി. വീണ്ടും അവരുടെ ആവേശം കുട്ടിക്കയറുന്ന കാഴ്ച, അതിനകത്ത് ചുവടുകൾക്ക് വീര്യം കൂടുന്നൊരു കാഴ്ച, ചുവടുകൾക്ക് ആവേശം കൂടുന്നൊരു കാഴ്ച, കണ്ടു നിൽക്കുന്നവർക്കും അവരും ആ ചുവടുകൾക്കൊപ്പം തുള്ളിച്ചാടുന്നൊരു കാഴ്ച.